പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം കുറ്റക്കാരനല്ല എന്ന രീതിയിലൊക്കെ വേദ സത്യം തെളിയിക്കുന്നുണ്ട്. എന്നാൽ വിക്രത്തിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതിന് ശേഷം വിക്രത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. ദർശനും രാധയും ചേർന്നിട്ട് അങ്ങനെ വിക്രം ജാമ്യത്തിലിറങ്ങിയ സമയത്ത് പോലും നാട്ടുകാരും അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് പെണ്ണ് പിടിയൻ, പെണ്ണ് കേസിൽ അകപ്പെട്ടവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രത്തിനെ ഒത്തിരിയധികം കളിയാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ ഇങ്ങനെ ആ ഒരു കണ്ണോട് കാണുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര വിഷമം. ഇതേ സമയത്തിന് വേദ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ ഒരു രീതിയിൽ വിക്രമിനെ വെറുതെ ജാമ്യത്തിലിറക്കിയിട്ട് കാര്യമില്ല. ഇനി ഒരു പക്ഷെ അങ്ങനെ ജാമ്യത്തിലിറക്കിയാൽ പോലും ആ ഒരു പേരിലായിരിക്കും തന്റെ ഭർത്താവ് ജീവിതകാലം മുഴുവൻ അറിയപ്പെടുന്നത്. അങ്ങനെ പെണ്ണ് പിടിയൻ, പെണ്ണ് കേസിൽ അകപ്പെട്ടവൻ എന്ന് വിക്രത്തിന് പേര് വരുന്നത് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ടോ വേദക്ക്. ഒരിക്കലും വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നത് കൊണ്ട് തന്നെ വിക്രത്തിന്റെ ഭാഗത്തുള്ള ആ ഒരു ന്യായം, ആ ഒരു സത്യം തെളിയിക്കണമെന്നൊക്കെ വേദ തീരുമാനിക്കും. ഒരിക്കലും വിക്രം ഇങ്ങനൊരു തെറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വിക്രമിനെ കുറ്റവിമുക്തനാക്കും. വിക്രത്തിന്റെ പേരിൽ ഒരിക്കലും ഇങ്ങനൊരു പെണ്ണ് കേസ് വരരുത്. വിക്രമിന്റെ കേസിൽ വന്നിരിക്കുന്നത് അതൊരു കള്ളക്കേസാണ് എന്ന് തെളിയിക്കും. അതിനു വേണ്ടിയിട്ട് ആദ്യം ഇങ്ങനെ ഒരു പരാതി നൽകിയ രമ്യയെ കാണണം, എന്നിട്ട് രമ്യയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിക്കണം. അതുകൊണ്ട് രമ്യയുടെ പുറകിൽ കളിച്ചത് ആരാണെന്നും എന്തിനാണ് രമ്യ ഇങ്ങനെ ഒരു കള്ളക്കേസിൽ വിക്രത്തിനെ കൊടുക്കരുതെന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വേദ പുറപ്പെട്ടിറങ്ങാൻ. അങ്ങനെ രമ്യയെ പറ്റിയിട്ട് വീണ്ടും കൂടുതൽ കൂടുതൽ ചെകഞ്ഞിങ്ങനെ അന്വേഷിക്കുന്ന സമയത്തായിരിക്കട്ടോ രമ്യ ഇതിനു മുന്നേ ഒരു കേസിൽ അകപ്പെട്ടവളാണെന്നും രമ്യയെ പറ്റിയിട്ടുള്ള കൂടുതൽ ഹിസ്റ്ററീസ് ഒക്കെ വേദക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ആദ്യം രമ്യയുടെ ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ട് വേദ ഇറങ്ങുന്ന സമയത്തിന് വേദയുടെ കയ്യിൽ രമ്യയുടെ ഫോൺ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തന്നെ ഇവിടെ വാടകയ്ക്ക് നിന്നത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതായിരിക്കും. അന്ന് വിക്രമമായിട്ട് ആ ഒരു പ്രശ്നമുണ്ടായതോടുകൂടി തന്നെ അന്ന് രാത്രി തന്നെ രമ്യ ഇവിടെ നിന്നും വീടൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ പെണ്ണ് പിടിയാനുള്ള നാട്ടിൽ ഒരിക്കലും തനിക്ക് താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു ഹൗസ് ഓണറുടെ കയ്യിൽ നിന്നും വേദ ആ ഒരു ഫോൺ നമ്പർ കളക്ട് ചെയ്തുകൊണ്ട് തന്നെ അതിലിങ്ങനെ കോളർ ഐ ഡി നോക്കുന്ന സമയത്തിന് രമ്യയുടെ ഫോണിലേക്ക് കോള് പോകുന്ന സമയത്തിന് അതിൽ പേര് കാണിക്കുന്നത് വിജയലക്ഷ്മി എന്നായിരിക്കും. എന്നാൽ രമ്യക്ക് പകരം വിജയലക്ഷ്മി എന്ന ആ ഒരു പേര് കാണുന്ന സമയത്തിന് അവൾ ഒരു പെരും കള്ളിയാണെന്ന് വേദക്ക് സംശയം തോന്നാണ്. അതുകൊണ്ട് തന്നെ രമ്യ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് രമ്യയെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിക്കാട്ടെ വേദ. ഏതായാലും ആ ഒരു കമ്പനിയിലേക്ക് പോയിട്ട് രമ്യനെ പറ്റിയിട്ട് കൂടുതൽ അന്വേഷിക്കുന്ന സമയത്തിന് ആ ഒരു കമ്പനിയിലെ HR ഏതായാലും വേദയുടെ ഫ്രണ്ട് ആയിരിക്കും. അങ്ങനെ വേദ വഴി അത്രയും ക്ലോസ് ആയതുകൊണ്ട് തന്നെ രമ്യ എന്ന് പറയുന്ന സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാണ് വേദ. അന്നേരം രമ്യ എന്ന് പറയുന്ന 2 സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരിക്കലും ഈ വേദ പറഞ്ഞ രമ്യ ആയിരിക്കും. അന്നേരം വേദ ആ ഒരു കോളർ ഐ ഡിയിൽ കണ്ട വിജയലക്ഷ്മി എന്ന പേര് ഇങ്ങനെ HR മുന്നിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് വിജയലക്ഷ്മി എന്ന് പറയുന്ന പേരിൽ ഒരു സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സ്റ്റാഫിന്റെ ഫോട്ടോ അവൈലബിൾ ആയിരിക്കും. ഏതായാലും വിജയലക്ഷ്മിയെ ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തുന്ന സമയത്തിന് അത് വേദ പറഞ്ഞ ഈ ഒരു രമ്യ അല്ല എന്നുള്ള കാര്യം മനസ്സിലാവും. അങ്ങനെ ആ ഒരു ഡീറ്റെയിൽ വഴി അന്വേഷിച്ചിട്ട് പോലും രമ്യനെ പറ്റിയിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും വേദ. കാരണം വേദയുടെ കയ്യിൽ രമ്യനെ പറ്റിയിട്ടുള്ള മറ്റ് പ്രൂഫൊന്നുമില്ല. ആകെ കൂടെ ഉള്ളത് ഈ ഒരു ഫോൺ നമ്പർ മാത്രമായിരിക്കും. ഫോൺ നമ്പർ വെച്ചിട്ട് ചേസ് ചെയ്യാൻ നോക്കുന്ന സമയത്തിന് ആളെ കിട്ടുന്നില്ല. വേദയുടെ കയ്യിൽ ഏതായാലും രമ്യയുടെ ഒരു ഫോട്ടോ മാത്രമുണ്ട്. വേദ ഏതായാലും വേദയുടെ ഫോണിൽ രമ്യയുടെ ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ, HR-ന് രമ്യയുടെ മുഖം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വേദയും HR-ഉം തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും അങ്ങോട്ടേക്ക് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാഫ് വരുന്നത്. എന്നാൽ വേദയുടെ ഫോണിൽ രമ്യയുടെ ഫോട്ടോ കാണുന്ന സമയത്തിന് ആ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട്, ഇത് മാഡം അറിയുന്ന ആളാണോ എന്ന് ചോദിക്കും. അന്നേരം വേദ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത്, നിങ്ങൾക്ക് ഇയാളെ അറിയുമെന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്റ്റാഫ് പറയുന്നുണ്ട്, എനിക്ക് ഇവളെ നന്നായിട്ട് അറിയാം. അന്നേരം എങ്ങനെയാ നിങ്ങൾക്ക് ഇവളെ അറിയാമെന്ന് ചോദിക്കുന്ന സമയത്തിന് ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇവളൊക്കെ ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതല്ലേ, അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഇവളെ അറിയാമെന്ന് പറയും. എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവളൊരു മോഷണ കേസിൽ പ്രതിയായിരുന്നു. ഇവൾ സ്വർണ്ണക്കടയിലേക്ക് കയറി ചെന്നിട്ട് അവിടെ നിന്ന് കുറേ അധികം സ്വർണം മോഷ്ടിച്ചെടുത്തു. അതോടുകൂടി തന്നെ പോലീസുകാർ ഇവളെ പിടിച്ചു. അങ്ങനെ ഇവൾ ഒരുപാടങ്ങ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ പെണ്ണാണെന്നൊക്കെ പറയട്ടെ സ്റ്റാഫ്. ഈ പെണ്ണിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒത്തിരി അധികം വൈറലായിരുന്നു. ഇവള് മോഷ്ടിക്കുന്നതിന്റെയൊക്കെ വീഡിയോ കുറേ അധികം വൈറലായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കയ്യിൽ ആ ഒരു വൈറൽ വീഡിയോസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സ്റ്റാഫ് പറയുന്നുണ്ട്, എന്റെ കയ്യിൽ വീഡിയോസ് ഒന്നും ഇല്ല, പക്ഷേ അത് യൂട്യൂബിൽ കാണുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഇങ്ങനെ തപ്പ്. അങ്ങനെ ആ ഒരു വീഡിയോസും ആ റീൽസും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന സമയത്തിന് വേദക്ക് മനസ്സിലാവട്ടെ രമ്യ വെറും ഒരു പെരും കള്ളിയാണ് എന്ന സത്യം. അങ്ങനെ രമ്യയെ പറ്റിയിട്ടുള്ള ആ ഒരു പരാതിയുള്ള ലിങ്ക് എല്ലാം തന്നെ വേദ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം വേദ പിന്നെ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. വേദ ഏതായാലും വിക്രമിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്ന സമയത്തിന് SI-യോട് വേദ പറയുന്നുണ്ട്, എന്റെ ഭർത്താവ് ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ട് എന്ന് അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന സമയത്തിന് SI-ക്ക് വേദയെ നന്നായിട്ട് അറിയാം. SI പറയുന്നുണ്ട്, ഈ ഒരു കാരണം പറഞ്ഞിട്ട് വേദ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല, കാരണം അതൊരു ജെന്യുവൻ കേസാണ്. സാക്ഷികളെല്ലാം കാണുകയും തെളിവോടുകൂടി തന്നെയാണ് വിക്രത്തിനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്നൊക്കെ പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, സർ എന്റെ ഭർത്താവായത് കൊണ്ട് പറയില്ല, വിക്രമിനെ ആരൊക്കെയോ ചേർന്നിട്ട് ട്രാപ്പിലാക്കിയതാണ്, ഒരിക്കലും വിക്രം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു നോക്കും. അന്നേരം SI പറഞ്ഞിട്ട്, ഇല്ല വേദ, നീ പറയുന്നതൊന്നും എനിക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ സർ, ഇത് പെട്ടെന്ന് ആർക്കും വിശ്വസിക്കാനൊന്നും പറ്റില്ല, ഏതായാലും അയാൾക്കെതിരായിട്ടുള്ള തെളിവൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറയും.
എന്നിട്ട് എന്താ നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ വേദ പറഞ്ഞത് സർ ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം. ആദ്യം സർ ഞാൻ പറയുന്നത് കേൾക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ വേദ പറഞ്ഞു കൊടുക്കാണ്. അന്ന് രാത്രി ഒരിക്കലും എന്റെ ഹസ്ബൻഡ് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം മെസ്സേജ് ചോദിക്കുന്നത് ഇയാളെ വിക്രമിനെ പിടികൂടുന്ന സമയത്തിന് അയാളെ നല്ല മദ്യത്തിന്റെ കൂറ സ്മെല്ലുണ്ടായിരുന്നല്ലോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട് അതെ സർ അതൊക്കെ ഒരു ട്രാപ്പായിരുന്നു, അതൊക്കെ ഒരു ചതിയായിരുന്നു. വിക്രമിനെ 2 തവണ വൈദ്യപരിശോധന നടത്തിയപ്പോൾ അതിലൊക്കെ റിസൾട്ട് നെഗറ്റീവായിരുന്നു. ടെസ്റ്റ് ചെയ്ത സമയത്ത് ബ്ലഡിൽ ഒരു അംശം പോലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് വിക്രം മദ്യപിക്കുന്നത്? അങ്ങനെ റിസൾട്ട് ഒക്കെ നെഗറ്റീവ് ആകുന്ന സമയത്തിന് പോലീസുകാർക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ സംശയം തോന്നേണ്ടതല്ല. സത്യം പറഞ്ഞ സാബു SIക്ക് പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവർ ഈ കേസ് ഉപയോഗിച്ചത്. ഇനി ഒരു പക്ഷെ അവർ പോലും ഇതിന്റെ പിന്നിൽ സഹകരിക്കുന്നുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയട്ടെ. ഇതിന്റെ ശരിയായ വശത്തെ പറ്റിയിട്ട് അയാൾ അന്വേഷിക്കാനൊന്നും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല വിക്രം പറയുന്നത് കേൾക്കാൻ പോലും അയാൾ കൂട്ടാക്കിയിരുന്നില്ല. ഈ ഒരു കേസ് കൊണ്ട് തന്നെ എന്റെ ഭർത്താവിനെ പരമാവധി തല്ലിച്ചതക്കണം, അതോടുകൂടി തന്നെ അയാളുടെ പ്രതികാരമെല്ലാം തന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് തീർക്കണമെന്ന് മാത്രമേ ഈ കേസ് കൊണ്ട് അയാൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാട്ടെ വേദ. പിന്നെ ഈ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള പെൺകുട്ടി എന്ന് പറയുന്ന ആ രമ്യ എന്ന് പറയുന്ന പെൺകുട്ടി അത് വെറും കള്ളിയാണ്. ആ കുട്ടി വെറും ഒരു ഫ്രോഡാണ്. ദേ സർ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു യൂട്യൂബ് ലിങ്ക് ഓപ്പൺ ആക്കിക്കൊണ്ട് തന്നെ രമ്യ കഴിഞ്ഞ വർഷം പിടിക്കപ്പെട്ട ആ ഒരു കേസെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കോളർ ഐഡിയിൽ വിളിച്ചു നോക്കുന്ന സമയത്തിന്റെ പേര് വിജയലക്ഷ്മി എന്നാണെന്നൊക്കെ പറയും. മനഃപൂർവ്വം എന്റെ വിക്രമിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് വന്നിട്ട് ഇതൊക്കെ അവരുടെ ഡ്രാമയായിരുന്നു, ഇതൊക്കെ അവളുടെ കളിയായിരുന്നു. ആ ഒരു സംഭവത്തോടു കൂടി തന്നെ പിന്നെ അവളെ കാണാൻ പോലുമില്ല. വിക്രം ഒരിക്കലും അന്നത്തെ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് രാത്രി വിക്രം വീട്ടിലേക്ക് വരുന്നതോടുകൂടി തന്നെ വിക്രത്തിന്റെ മേലേക്ക് ബലൂണിൽ മദ്യം നിറച്ചുകൊണ്ട് തന്നെ വിക്രത്തിന്റെ മേലേക്ക് എറിയായിരുന്നു. അങ്ങനെയാണ് വിക്രത്തിന്റെ മേലൊക്കെ ഇങ്ങനെ മദ്യത്തിന്റെ സ്മെല്ല് വന്നത് എന്നും കുറെ അധികം ഗുണ്ടകൾ ചേർന്ന് തന്നെ ആക്രമിക്കാൻ വന്നു എന്നും അയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് വിക്രം ഓടുന്നതോടുകൂടി തന്നെ നേരെ കയറി ചെന്നത് രമ്യയുടെ വീട്ടിലേക്കായിരുന്നു. അങ്ങനെയാണ് ഇവരെല്ലാം ചേർന്നിട്ട് മനഃപൂർവ്വം തന്നെ വിക്രമിനെ ട്രാപ്പിലാക്കിയത് എന്നുള്ള സകല സത്യങ്ങളും വേദ പറഞ്ഞു കൊടുക്കും. അങ്ങനെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വേദ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്ന സമയത്തിന് പോലീസുകാരന് വേദ പറയുന്നതെല്ലാം സത്യമാണെന്ന് മനസ്സിലാവും. അങ്ങനെ ആ ഒരു പോലീസുകാരൻ ഏതായാലും വിക്രമിന്റെ കേസ് അന്വേഷിച്ച് അയാളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് എന്ന് മാത്രമല്ല കൂടെ തന്നെ രമ്യ എന്ന് പറയുന്ന ആ ഒരു പ്രതിയെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തും. എന്നിട്ട് സാബു യസനോട് വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇയാളുടെ പേരിൽ കേസെടുക്കാൻ മാത്രം എന്ത് തെളിവാണ് നിനക്ക് കിട്ടിയത്? ഇയാളുടെ ബ്ലഡ് പരിശോധിച്ച് നോക്കുന്ന സമയത്തിന് അതിലൊരംശം പോലും ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ലോക്കപ്പിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഇത്ര ക്രൂരമായിട്ട് ഇയാളെ മർദ്ദിച്ചത് എന്നൊക്കെ ചോദിക്കാട്ടെ. അങ്ങനെ മാറി മാറി പോലീസുകാരങ്ങനെ സാബു യസൈനോട് ചോദ്യം ചോദിക്കുന്ന സമയത്തിന് സാബു യസൈ ഒന്നും മിണ്ടാത്തങ്ങനെ തല താഴ്ത്തി നിന്നു പോവായിരിക്കും. ആ സമയത്തിന് അതിന് മറുപടിയായിട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ സാബു യസൈ വിക്രമിന്റെ അടുത്തുള്ള പേഴ്സണൽ റിവെഞ്ച് തീർത്തതാണെന്ന് പറഞ്ഞു. എങ്ങനെയെങ്കിലും മനഃപൂർവ്വം ഈ ഒരു കേസിൽ കുടുക്കിയിട്ട് വിക്രമിനെ തല്ലിച്ചതക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു സാബു യസൈന് ഉണ്ടായിരുന്നത്. അതേതായാലും ആ ലക്ഷ്യം ഏതായാലും ഇയാളങ്ങ് പൂർത്തിയാക്കി കൊടുത്തു. ഈ ഒരു കേസ് കയ്യിൽ വന്നപ്പോഴേക്കും അതിനെ പറ്റിയിട്ടൊന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ല. കിട്ടിയ അവസരത്തിൽ പേഴ്സണൽ റിവെഞ്ച് അങ്ങ് തീർത്തു. ഇനി ഒരു പക്ഷേ സാബു യസൈന്റെ കൈകളും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന കാര്യം എനിക്ക് സംശയമുണ്ടോന്നും പറയാട്ടെ വേദ. എന്നിട്ട് രമ്യയെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഇവളുടെ പേര് രമ്യ എന്നൊന്നുമല്ല, ഞങ്ങളോടൊക്കെ പറഞ്ഞത് രമ്യ എന്നായിരുന്നു. ശരിക്കും ഇവളുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. നിലവിൽ പല സ്റ്റേഷൻ അതിർത്തികളിലായിട്ട് 6 കേസുകളും നിലവിൽ ഇപ്പൊ ഇവളുടെ പേരിലുണ്ട്. അങ്ങനെ വേദ തെളിവോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും പോലീസുകാരോട് പറയുന്ന സമയത്തിന് പോലീസ് ഞങ്ങൾ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സാബു യസൈനോടും മറ്റു 2 പോലീസുകാരോടും അങ്ങ് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ കുറ്റങ്ങളും ചെയ്യുന്ന ഈ പ്രതിയാണോ നിങ്ങളുടെ എര? ഇങ്ങനെ ഒരാൾ പരാതി തന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രതിയെ കുറിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചില്ല? എന്നാൽ വേദ തന്നെ പറ്റിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രമ്യക്ക് ആകങ്ങ് പേടിയാവാണ്. രമ്യ ശരിക്കും പെട്ടുപോയി എന്ന കാര്യം രമ്യക്ക് തന്നെ മനസ്സിലാവും. അങ്ങനെ വേദ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതോടുകൂടി തന്നെ 2 വനിതാ കോൺസ്റ്റബിളിനെ വിളിച്ചുകൊണ്ട് തന്നെ രമ്യയെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് കുറെ അധികം ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ. അങ്ങനെ രമ്യ പറഞ്ഞിട്ട് കുറെ അധികം കേസുകളിൽ ഞാൻ അകപ്പെട്ടുകൊണ്ട് തന്നെ കുറെ അധികം തവണ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങിയതാണ്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും കയറില്ല എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമായിരുന്നു. ആ സമയത്തിന് എനിക്ക് മാന്യമായിട്ട് ജീവിക്കാൻ എന്റെ കയ്യിൽ കാശില്ലായിരുന്നു. അങ്ങനെ തന്റെ കയ്യിൽ പണമില്ലാത്ത സമയത്തായിരുന്നു ഇങ്ങനെ ശ്രീകാന്ത് വന്നിട്ട് തനിക്ക് ഇങ്ങനെ ഒരു കൊട്ടേഷൻ തന്നു. വിക്രമിന്റെ തൊട്ടടുത്ത് വന്ന് താമസമാക്കണമെന്നും അതുവഴി വിക്രമിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് രമ്യ ഉപയോഗിക്കാറുണ്ട് എന്ന സത്യമെല്ലാം തന്നെ രമ്യ തുറന്നു പറയുന്നുണ്ട്. വിക്രം തിരിച്ച് വീട്ടിലേക്ക് വരുന്നതോടുകൂടി തന്നെ വാട്ടർ ബലൂണിന് മദ്യം നിറച്ച് വിക്രമിനെ എറിയും. അതോടുകൂടി തന്നെ അവിടെ പ്രശ്നമുണ്ടാക്കിയിട്ട് വിക്രം ആ ഒരു ഗുണ്ടകളുടെ കൂടെ വീട്ടിലേക്ക് കയറുന്നു വരുന്ന സമയത്തിന് രമ്യയോട് വാതിലടക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുവഴി വിക്രമിനെ ട്രാപ്പിലാക്കണം. അങ്ങനെ ട്രാപ്പിലാക്കുന്നതോടുകൂടി നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വിക്രമിനെ അപമാനിക്കണം. അങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ താൻ പറയുന്ന തുക തനിക്ക് തരാമെന്ന് ഓഫർ ചെയ്തിരുന്നു. അതുകൊണ്ട് ആ ഒരു പണത്തിന് വേണ്ടി തന്നെയാണ്, ആ ഒരു പണത്തിന് വേണ്ടി മാത്രമാണ് താൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയതെന്നൊക്കെ രമ്യ വിളിച്ചു പറയാണ്. പണത്തിന് വേണ്ടിയിട്ട് എന്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അവൻ പറഞ്ഞതുപോലെ എനിക്ക് പണവും കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമ്യ എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞ് മാപ്പുസാക്ഷിയാവും.
അങ്ങനെ രമ്യ എല്ലാ കാര്യങ്ങളും പറയുന്നതോടുകൂടി തന്നെ വിക്രമിനെ ആക്രമിച്ച അവാരക്കങ്ങൾ പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവരൊക്കെ വേദയെ അഭിനന്ദിക്കുന്നുണ്ട്. വേദ, നീ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാണ്. നീ പോലീസിന് ഈ ഒരു കാര്യത്തിൽ ഒരുപാടധികം ഹെൽപ്പ് ചെയ്തു. ഞങ്ങളുടെ ഭാഗത്തും ഇപ്പൊ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും വിക്രം ഇതിൽ യാതൊരു തെറ്റും ചെയ്തില്ല. വിക്രം നിരപരാധിയാണെന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിക്രത്തിനെ ഞങ്ങൾ വെറുതെ വിടുകയാണെന്ന് പറയട്ടെ പോലീസുകാരൻ. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, സർ, വിക്രം നിരപരാധിയാണ് എന്ന കാര്യം നിങ്ങൾക്ക് മാത്രം മനസ്സിലായാൽ പോരെ. ഞങ്ങളുടെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ടാണ് വിക്രമിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിക്രം ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം സാറ് വിളിച്ച് പറയും. പത്രത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു എന്നത് ശരിയാണ്. പക്ഷേ ഇനിയും എല്ലാവരും ആ ഒരു വാർത്ത വായിച്ചോളണമെന്നില്ല. അതുകൊണ്ട് വിക്രം ഇനിയിപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും വിക്രമിന് ജീവിതകാലം മുഴുവൻ ഈ ഒരു പേരുദോഷം കൊണ്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് ആരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിക്രമിനെ പറ്റി അപമാനിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അവരെ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണമെന്നൊക്കെ പറയട്ടെ വേദ. അതോടുകൂടി തന്നെ സാബു എസ്ഐയും അതുപോലെ തന്നെ മറ്റു പോലീസുകാരും രമ്യയും അങ്ങനെ എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ നാട്ടുകാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതിന് ശേഷം അവരുടെയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വേദ ആ ഒരു എസ്ഐനെ കൊണ്ട് ഇതെല്ലാം തന്നെ ഡ്രാമയായിരുന്നുവെന്നും ഇതെല്ലാം തന്നെ അവരുടെ കള്ളക്കളിയായിരുന്നുവെന്നും വിക്രമിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെല്ലാവരും ഒത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയിപ്പിക്കുന്നത്. ഏതായാലും അങ്ങനെയൊക്കെ സാബു എസ്ഐയും മറ്റുള്ളവരൊക്കെ വിളിച്ചു പറയുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. വിക്രം യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ കമലമ്മക്കും മാഷിനൊക്കെ അത് ഭയങ്കര സന്തോഷമായിരിക്കട്ടോ. മാഷിന് ശരിക്കും കുറ്റബോധം തോന്നിപ്പോവാണ്. ഇത്ര കാലം ഒരു തെറ്റും ചെയ്യാത്ത വിക്രമിനല്ലേ താൻ ഇങ്ങനെ ശപിച്ചത്, താൻ ഇത്ര കുറ്റം പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധാകര മാഷിനത് ഭയങ്കര സങ്കടമായിരിക്കും. ഏതായാലും വേദ ചെയ്തിരിക്കുന്ന ഈ ഒരു പുണ്യപ്രവൃത്തിയെ പറ്റിയിട്ട് പോലീസുകാരൻ ഇങ്ങനെ അഭിനന്ദിച്ച് പറയുന്നുണ്ട്. വിക്രമിനോടായിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട്, ഏതായാലും ഇതുപോലത്തെ ഒരു ഭാര്യ നിനക്ക് കിട്ടിയത് നിന്റെ പുണ്യമാണടാ വിക്രം. നീ ഇങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തു എന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞപ്പോൾ പോലും നിന്റെ അച്ഛനും അമ്മയും നിന്നെ എതിർത്തപ്പോൾ പോലും ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ അവിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വേദ നിനക്ക് കിട്ടിയ ഭാഗ്യമാണ്. നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിന്റെ ഭാര്യ വേദ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവള് നിന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു ഭാര്യയ്ക്കും ഇങ്ങനെ ഭർത്താവിനോട് ഇത്ര മാത്രമൊന്നും കൂറ് കാണിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പോലീസ് വിളിച്ചു പറയുന്ന സമയത്തിന് വിക്രത്തിന്റെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോവാണ്ട വേദയോട്. ഏതായാലും ഈ ഒരു സംഭവത്തിന് ശേഷമായിരിക്കും വിക്രത്തിന്റെ മനസ്സ് വേദയിലേക്ക് വല്ലാതങ്ങ് ചാഞ്ഞു പോകുന്നത്. ഇനി ഏതായാലും അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും